أَوَكُلَّمَا عَاهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. സൂറത്തുൽ ബഖറയിലെ 100-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം പാലിക്കേണ്ട ചില നിയമങ്ങൾ നാം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ആഹദു അഹ്ദൻ നബദഹു, തൻവീനിന് ശേഷം നൂന് വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. തൻവീനിനെ നൂനിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഫരീഖും മിൻഹും, അതേപോലെ തന്നെ ഇവിടെയും അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. തൻവീനിന് ശേഷം മീമ് വന്നു. തൻവീനിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അക്സറുഹും എന്ന വാക്കിലുള്ള ഹാഇനെ വ്യക്തമാക്കി ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. أَوَكُلَّمَا عَاهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയുടെ 100-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവകുല്ലമാ ആഹദു അഹദൻ നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കർത്ഥങ്ങൾ അവകുല്ലമ എല്ലായ്പ്പോഴുമോ, ആഹദു അവർ കരാർ ചെയ്തു, അഹ്ദൻ വല്ല കരാറും അല്ലെങ്കിൽ ഒരു ഉടമ്പടി, നബദഹു അതിനെ ഇട്ടുകളഞ്ഞു അല്ലെങ്കിൽ അതിനെ എറിഞ്ഞു കളഞ്ഞു, ഫരീഖുൻ ഒരു സംഘം അല്ലെങ്കിൽ ഒരു കൂട്ടർ, മിൻഹും അവരിൽ നിന്ന്, ബൽ എന്നല്ല അല്ലെങ്കിൽ പക്ഷേ, അക്സറുഹും അവരിൽ അധികം, ലാ യുഅ്മിനൂൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, അവർ വല്ല കരാറും ചെയ്യുമ്പോഴൊക്കെ അവരിൽ നിന്ന് ഒരു കൂട്ടർ അതിനെ വലിച്ചെറിയുകയാണോ എന്നല്ല, അവരിൽ അധികം ആളും വിശ്വസിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും യഹൂദികളെ കുറിച്ച്, അവരുടെ ധിക്കാര മനോഭാവത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ 100-ാമത്തെ ആയത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. സന്മാർഗം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിനെ കുറിച്ചും, അതുപോലെ അള്ളാഹുവിനെ ധിക്കരിച്ച നിഷേധികളായ ആളുകളുടെ മേൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ തെളിവ് സ്ഥാപിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ മേൽ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. അങ്ങേയറ്റത്തെ അഹങ്കാരവും തെമ്മാടിത്തവും ധിക്കാരവും ഇല്ലാത്ത ഏതൊരാൾക്കും സ്വീകരിക്കാൻ, ഒരു പ്രയാസവും ഇല്ലാതെ സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സഹോദരങ്ങളെ, യഹൂദികളുടെ കൈവശമുള്ള വേദഗ്രന്ഥത്തിൽ യഹൂദികളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ആ പ്രവാചകൻ ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകനെ പിൻപറ്റിക്കൊള്ളാമെന്ന കരാറിനെ കുറിച്ചും ഈ യഹൂദികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാറുണ്ടായിരുന്നു. മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിലും
അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് അതിൽ പറയുകയാണ്, മാലിക് ബിൻ അസ്വൈഫ് എന്ന വ്യക്തി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവാണ് മുഹമ്മദ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉടമ്പടിയും ഞങ്ങളിൽ നിന്ന് അള്ളാഹു എടുത്തിട്ടില്ല, ഒരിക്കലും തന്നെ ഒരു കരാറും ഞങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഈ യഹൂദിയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ ഈ 100-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. അവകുല്ലമാ ആഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും, അവർ വല്ല കരാറും ചെയ്യുമ്പോഴൊക്കെ അവരിൽ നിന്ന് ഒരു കൂട്ടർ അതിനെ വലിച്ചെറിയുകയാണോ, ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, എന്നല്ല അവരിൽ അധികം ആളും വിശ്വസിക്കുന്നില്ല എന്ന്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സൂറത്തുൽ ബഖറയിലെ ഇതിനു മുമ്പുള്ള ആയത്തുകൾ പഠിച്ച സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇസ്രായേൽ ജനതയിലെ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവുമായി നടത്തുന്ന ഏതൊരു കരാറും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തനിച്ച ധിക്കാരത്തോടുകൂടി ലംഘിക്കുന്ന ഒരു ചരിത്രമാണ്, ഒരു പാരമ്പര്യമാണ് ഇസ്രായേൽ ജനതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ചെയ്തു വന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാലും സഹോദരങ്ങളെ, അവരിൽപ്പെട്ട എല്ലാ ആളുകളുടെയും അവസ്ഥ ഇതായിരുന്നില്ല. അവരിൽ ചുരുക്കം ചില ആളുകൾ അവർ ഈമാനുള്ള നല്ല സത്യവിശ്വാസികളായിരുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അവർ അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുകയും അള്ളാഹുവിനോടുള്ള കരാറുകൾ പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുകയും ചെയ്ത ആളുകളാണ്. ഈ ചുരുക്കം ചില ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലെ ധിക്കാരികളെ കുറിച്ച് പറഞ്ഞത്, ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, എന്നല്ല അവരിൽ അധികം ആളും വിശ്വസിക്കുന്നില്ല എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ വിശ്വസിക്കുന്നില്ല എന്നല്ല, മറിച്ച് അവരിൽ അധികം ആളും വിശ്വസിക്കുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവതരിച്ചിട്ടുള്ള ആ സന്ദേശങ്ങളെ ശരിയായ രൂപത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന യഹൂദികളും അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന സ്വഭാവക്കാരായി മാറിയത് എന്ന് പണ്ഡിതന്മാര് ഈ ആയത്ത് പഠിപ്പിക്കുമ്പോൾ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് അറിയിച്ചു തരികയാണ്. ബനി ഇസ്രായേലുകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് കരാറുകളാണ് അവർ അള്ളാഹുവുമായി ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ കരാറുകൾ പാലിക്കുന്ന വിഷയത്തിൽ അവർ ക്ഷമ കാണിച്ചിട്ടില്ല, അവർക്കത് നല്ല രൂപത്തിൽ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏത് സന്ദർഭത്തിലൊക്കെ അവരുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ അവർ, ഈ യഹൂദികൾ, ആ കരാറ് ലംഘിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഈ രൂപത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വിഷയമാകുമ്പോൾ അതിനുള്ള ഉത്തരമാണ് സഹോദരങ്ങളെ അബ്ദുറഹ്മാൻ അൻ-നാസിർ അസ്-സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതിനുള്ള കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്, ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, പക്ഷെ അവരിൽ അധികം ആളും വിശ്വസിക്കുന്നില്ല എന്നതാണ് അതിനുള്ള കാരണം. യഹൂദികളുടെ വിശ്വാസമില്ലായ്മയാണ് അള്ളാഹുവുമായുള്ള കരാറുകളെ ലംഘിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. സഹോദരങ്ങളെ, ഈ യഹൂദികളുടെ വിശ്വാസം അത് സത്യസന്ധമായിരുന്നു എങ്കിൽ അള്ളാഹു ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിരുന്നു, അവരെ പോലെ ആകുമായിരുന്നു ഇവർ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. സൂറത്ത് അഹ്സാബിലെ 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മിനൽ മുഅ്മിനീന റിജാൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എന്താണ് ആ ആളുകളുടെ പ്രത്യേകത? അവർ ഏതൊരു കാര്യത്തിൽ അള്ളാഹുവോട് അവർ ഉടമ്പടി ചെയ്തിട്ടുണ്ടോ അതിൽ അവർ സത്യസന്ധത പുലർത്തിയിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ യഹൂദികൾ അവർ സത്യസന്ധത പുലർത്താത്തത്, അവർ കരാറുകൾ ലംഘിക്കുന്നത് അത് ശരിയായ ഈമാൻ അവർക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് സൂറത്തുൽ ബഖറയിലെ ഈ 100-ാമത്തെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഇതാണ് സൂറത്തുൽ ബഖറയുടെ 100-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിറഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.